ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ കളേഴ്സ് മൂന്നുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തെ പോർഷനിൽ ഗ്രീൻ കളറും അതുപോലെ മുകളിലത്തെ പോർഷനിൽ ബ്ലൂ കളറുമാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം സ്പോഞ്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറ് ആദ്യം അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3-4 കോട്ട് കളർ അടിച്ചു കൊടുക്കേണ്ടി വരും, എന്നാലേ ഉള്ളൂ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തുള്ളൂ. ഈ സെയിം ഗ്രീൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത്തിരൂടെ ലൈറ്റ് ഗ്രീൻ ആണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് ഡാർക്കായിട്ടുള്ള ഗ്രീൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് താഴത്തെ പോർഷൻ ഫുള്ള് കവർ ചെയ്ത് ഫില്ല് ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം കളർ കോമ്പിനേഷൻ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈറ്റ് കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇങ്ങനത്തെ ഒരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ള് ഫില്ല് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകളിലത്തെ പോർഷനിൽ ഇതുപോലെ ലൈറ്റ് ബ്ലൂ കളറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് സ്പോഞ്ച് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്കായിരിക്കും നമ്മുടെ ബോട്ടിലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ. നമ്മൾ ഈ ബോർഡേഴ്സ് വരുന്ന ഭാഗത്തും നന്നായിട്ട് തന്നെ ഇതുപോലെ അടിച്ചു കൊടുക്കണം. ആ ഒരു ഭാഗം ആകുമ്പോൾ 2 കളറുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളറായിരിക്കും കിട്ടുന്നത്. അത് കുഴപ്പമില്ല, അത് നമ്മുടെ ബോട്ടിലിന് ഭംഗി കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് ബോർഡേഴ്സ് വരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബ്ലൂ കളർ ഫുള്ള് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് കോട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഓരോ കോട്ട് അടിക്കുമ്പോഴും നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കോട്ട് നമ്മൾ അടിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിതാ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് മുകളിലും സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബ്ലൂ കളറും ഇതുപോലെ നന്നായിട്ട് തന്നെ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലെ പെയിൻറ്റെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഫെദറിൻ്റെ ഔട്ട്ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ടോ അതല്ലെങ്കിൽ CD മാർക്കർ വെച്ചിട്ടോ ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം ഒന്ന് ഡാർക്കാക്കി എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പെൻസിലിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇനി സ്കെച്ച് പെന്ന് കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഔട്ട്ലൈൻസ് ഫുള്ള് ബ്ലാക്ക് കളറിൽ വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനൊരു CD മാർക്കർ ജസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളറല്ല, എൻ്റെ ബ്ലൂ കളറാണ് ഇരിക്കുന്നത്, എന്നാലും ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടി ഞാനിത് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് കളറിലെ CD മാർക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും നമ്മുടെ വർക്കിന് കിട്ടുന്നത്. ഇത് അത്രയ്ക്ക് നല്ല ഒരു ഫിനിഷിംഗ് ലുക്ക് ഈ ബ്ലൂ കളർ യൂസ് ചെയ്താൽ കിട്ടില്ല, അതുമല്ല നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തുമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം ഇതിൽ പല ഡിസൈൻസാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈൻസാണ് വരച്ചെടുക്കുന്നത്.
ജസ്റ്റ് ഓരോ ലീഫിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡോട്ട്സ്, വലിയ വലിയ സർക്കിൾസ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കും അഭിരുചിക്കും അനുസരിച്ചുള്ള ഡിസൈൻസ് ഇതിൽ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഫ്ലവേഴ്സൊക്കെ ഇതിനകത്ത് വരയ്ക്കണമെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുമ്പോൾ പല കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. ഈ ബ്ലൂവും ഗ്രീനും തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് യെല്ലോയും പിങ്ക് അല്ലെങ്കിൽ ബ്ലൂവും റെഡും അങ്ങനെ പല കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ നിങ്ങൾ ഫെദർ വരയ്ക്കുമ്പോൾ ഇത്തിരിയൂടെ വലിയ ഫെദർ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വരച്ചത് ചെറുതായിട്ട് പോയി. അപ്പോൾ ഇച്ചിരിയൂടെ വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരയ്ക്കാതെ നിങ്ങൾ ഇച്ചിരി വലിയ ഫെദർ തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഈ ഫെദറിനകത്ത് വരയ്ക്കുന്ന ഡിസൈൻസ് എത്രത്തോളം നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ മാർക്കർ പെന്ന് അത്രയ്ക്ക് ക്ലിയർ അല്ല. ഇത് ചിലപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈൻസ് എല്ലാം ഒന്ന് ഡാർക്കാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരിയുടെ വലുതായിട്ട് നമ്മൾ ഫെദർ വരയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനും പറ്റും. അതിൻ്റേതായ ഒരു ഭംഗി നമ്മുടെ ബോട്ടിലിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എല്ലാം ഇതുപോലെ വരയ്ക്കാം. ഇനി പ്ലെയിനായിട്ട് നിങ്ങൾക്ക് ഫെദർ വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവും. എനിക്ക് നമ്മൾ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തപ്പോൾ ഇത്തിരിയുടെ ഡിസൈൻസ് എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിവതും ഇതുപോലെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ വരയ്ക്കാനായിട്ടും അതുപോലെ വലുപ്പത്തിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരിയൂടെ വലിയ ഫെദർ ആയിരുന്നെങ്കിൽ നല്ലൊരു ഭംഗിയായിരുന്നു നമ്മുടെ ബോട്ടിലിന് കിട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.